നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു കമ്പനിയുടെ രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായും നാം ചർച്ച ചെയ്യുന്നത് പ്രൊമോഷൻ എന്ന ഫസ്റ്റ് സ്റ്റേജാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് an artificial person created by law. Formation of a company involves a lot of formalities and legal procedures. It consists of 3 stages: promotion, incorporation and subscription of capital. ഒരു കമ്പനി രൂപീകരിക്കണമെങ്കിൽ വിവിധ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ആ നടപടിക്രമങ്ങളെ പൊതുവെ 3 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രാരംഭം, ഇൻകോർപ്പറേഷൻ രൂപീകരണം ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ മൂലധന സമാഹരണം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് മുതലായ ബിസിനസ് രൂപങ്ങൾ ആരംഭിക്കുക വളരെ എളുപ്പമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കമ്പനി രൂപീകരണം അത് രജിസ്ട്രേഷനോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കമ്പനിയുടെ രൂപീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രാരംഭം എന്ന ഒന്നാമത്തെ സ്റ്റേജാണ്. Promotion is the first stage in the formation of a company. Promotion simply means the sum total of all activities which are necessary for bringing the company into existence. It involves discovery of business idea, its investigation, and assembling of necessary resources to set up business as a profitable concern. അപ്പോൾ ഒരു കമ്പനിയുടെ രൂപീകരണത്തിലെ ഏറ്റവും ആദ്യത്തെ ഘട്ടം, അതിനാണ് നമ്മൾ പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കമ്പനി രൂപീകരണത്തിനുള്ള ഒരു ആശയം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുകയും ഈ ആശയത്തെ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി കമ്പനിയുടെ രൂപത്തിലേക്ക് തൻ്റെ ആശയങ്ങളെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ആ വ്യക്തി നടത്തുന്ന ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനും ആ കമ്പനി രൂപീകരണത്തിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും അദ്ദേഹം നിർവഹിക്കുന്നു. ഈ ഘട്ടത്തെയാണ് നമ്മൾ പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ എന്ന്. സോ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് രൂപീകരിക്കാനുള്ള ഒരു ആശയത്തെ കമ്പനിയാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്ന ഘട്ടമാണ് പ്രൊമോഷൻ. പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹു പെർഫോംസ് ദ വർക്ക് ഓഫ് പ്രൊമോഷൻ ആൻഡ് ബ്രിങ്സ് എ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു കമ്പനി നിലവിൽ വരുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന വ്യക്തി, അയാളെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹു അണ്ടർടേക്സ് ടു ഫോം എ ന്യൂ കമ്പനി ആൻഡ് ക്യാരീസ് ഔട്ട് ഓൾ പ്രിലിമിനറി വർക്ക് ഇൻ കണക്ഷൻ വിത്ത് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആസ് എ ഗോയിങ് കൺസേൺ. എ പ്രൊമോട്ടർ മേ ബി ആൻ ഇൻഡിവിജ്വൽ, ഫേം ഓർ എ കമ്പനി. The idea of business opportunity is first born in the mind of a promoter. He analyzes his prospects by conducting detailed investigation and completes the legal formalities. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി രൂപീകരണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ്. ആ പ്രൊമോഷൻ നിർവഹിക്കുന്ന വ്യക്തിയെ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നു. സോ ആരുടെ മനസ്സിലാണോ കമ്പനി രൂപീകരണത്തിൻ്റെ ആശയം ഉടലെടുക്കുന്നത്,
ആരാണോ ആ ആശയത്തെ ഒരു കമ്പനിയാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. അതൊരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമാവാം, അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെയാവാം. സ്ഥിരമായി പ്രൊമോഷൻ വർക്കുകൾ ഏറ്റെടുത്ത് നടക്കുന്ന പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു പ്രൊമോഷൻ വർക്കുകൾ നിർവഹിക്കുന്ന ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ് ആവാം, ഫിനാൻഷ്യൽ പ്രൊമോട്ടർ ആവാം. ഇങ്ങനെ വിവിധ തരത്തിൽ പ്രൊമോട്ടേഴ്സിനെ നമുക്ക് തരംതിരിക്കാം. ദെൻ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ പ്രൊമോട്ടർ. Promoters are neither the agent nor the trustees of the company. A promoter stands in a fiduciary relationship with the company under promotion. That is, a relationship involving confidence or trust. The promoters act honestly and sincerely and in the best interest of the company. He should not make any secret profit. He is personally liable for the obligations under contracts entered into before the incorporation. Promoters are not legally entitled to claim the expenses incurred in the promotion of the company. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഏജൻറ്റോ ട്രസ്റ്റിയോ അല്ല. കമ്പനിയും പ്രൊമോട്ടറും തമ്മിൽ ഉള്ള ബന്ധം വിശ്വാസാധിഷ്ഠിതമാണ്. കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തമ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് പ്രൊമോട്ടർ. അദ്ദേഹം രഹസ്യമായി ലാഭമുണ്ടാക്കുവാൻ പാടില്ല. കമ്പനിക്ക് വേണ്ടി ഇദ്ദേഹം ഏർപ്പെടുന്ന എല്ലാ കരാറുകളും സത്യസന്ധമായിരിക്കണം. ഒരു വിവരവും ഇദ്ദേഹം മറച്ചു വെക്കാൻ പാടില്ല. ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഓർമ്മിക്കുക. ഇദ്ദേഹം ഏർപ്പെടുന്ന കരാറുകളെല്ലാം കമ്പനി പിന്നീട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഏർപ്പെടുന്ന കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം കമ്പനിക്കുണ്ടാവുകയാണെങ്കിൽ അത് നികത്തി കൊടുക്കേണ്ട ബാധ്യത പ്രൊമോട്ടർക്കുണ്ട്. അങ്ങേയറ്റം സത്യസന്ധമായി കമ്പനിക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കേണ്ട വ്യക്തിയാണ് പ്രൊമോട്ടർ. അദ്ദേഹം കമ്പനിയുടെ ഏജൻറ്റോ ട്രസ്റ്റിയോ അല്ല. ദെൻ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ ഓർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ പ്രൊമോഷൻ. ഒന്ന്, ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. The promotion stage begins with the discovery of an idea to set up a business. There may be several ideas in his mind and he has to decide which is the most feasible and profitable one. അപ്പോൾ കമ്പനി രൂപീകരണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയുക. അത് പുതിയ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ വിതരണം ഏറ്റെടുക്കലാവാം, പുതിയ സേവനം നൽകലാവാം. ഇങ്ങനെ ഏറ്റവും ഉചിതമായ ഒരു ആശയം കണ്ടെത്തുകയും ഈ ആശയം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്താൻ ആരംഭിക്കുകയുമാണ് പ്രൊമോഷൻ്റെ ഒന്നാമത്തെ ഘട്ടം. സോ ഒരു കമ്പനി രൂപീകരണത്തിൽ ഏറ്റവും ആരംഭം എന്ന് പറയുന്നത് ഒരു നല്ല ബിസിനസ് ആശയം ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ദെൻ സെക്കൻഡ് സ്റ്റേജ്, ഫീസിബിലിറ്റി സ്റ്റഡി. ദ പ്രൊമോട്ടർ കണ്ടക്ട്സ് എ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ടു ഗിവ് എ പ്രാക്ടിക്കൽ ഷേപ്പ് ടു ദി ഐഡിയ. He does detailed investigation regarding cost, profitability, production process, demand of the product, etc. Feasibility study includes technical feasibility, economic feasibility, financial feasibility, etc. So പ്രൊമോട്ടറുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയം പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണം. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ആശയങ്ങളെല്ലാം പ്രാവർത്തികമാകണം എന്നില്ല.
അപ്പോൾ ഒരു ആശയത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കുമോ, പ്രവൃത്തിപഥത്തിൽ ഈ ആശയത്തെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള പഠനമാണ് നടത്തേണ്ടത്. ഈ പഠനത്തെ 3ആയി തരംതിരിക്കുന്നു: ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഇക്കണോമിക് ഫീസിബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ടെക്നിക്കൽ ഫീസിബിലിറ്റി, that is implementation of the idea is technically possible or not. നമ്മളുടെ ആശയം പ്രവൃത്തിപഥത്തിലെത്തിക്കുവാൻ സാങ്കേതികമായി സാധിക്കുമോ, ഈ ആശയം പ്രവൃത്തിപഥത്തിലെത്തിക്കുന്നതിനാവശ്യമായ റോ മെറ്റീരിയൽസ് ലഭ്യമാണോ, ഇങ്ങനെ ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന് സാങ്കേതികമായി വിജയമുണ്ടാകുമോ ഇല്ലയോ എന്ന പഠനം, അതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ദെൻ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ദാറ്റ് ഈസ് the required finance can be easily mobilized or not. സംരംഭത്തിന് ആവശ്യമായ മൂലധനം എത്രയാണ്, ഈ മൂലധനം ഏതൊക്കെ ഉറവിടത്തിൽ നിന്നും കണ്ടെത്താം, അത് പ്രായോഗികമാണോ, കമ്പനിക്ക് ആവശ്യമായ മൂലധനം എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ദെൻ ഇക്കണോമിക് ഫീസിബിലിറ്റി, the project is profitable or not. നമ്മളുടെ ആശയം സാങ്കേതികമായും ധനപരമായുമൊക്കെ വിജയമാണെങ്കിൽ കൂടി അത് സ്ഥാപനത്തിന് സാമ്പത്തിക ലാഭമുണ്ടാക്കുമോ ഇല്ലയോ എന്ന പഠനമാണ് നമ്മൾ നടത്തേണ്ടത്. ആശയത്തെ കമ്പനിയായി മാറ്റിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ലാഭകരമായി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച പഠനം. അപ്പോൾ ഒരാശയം എങ്ങനെ പ്രവൃത്തിപഥത്തിലെത്തിക്കാം, അത് സാധ്യമാണോ, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മൂലധനം എങ്ങനെ സ്വരൂപിക്കും, ഇവയെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായ പഠനമാണ് രണ്ടാമത്തെ ഘട്ടം. ദെൻ തേർഡ് സ്റ്റേജ് ഈസ് നെയിം അപ്രൂവൽ. എ കമ്പനി cannot register with a name of an existing company or similar to the name of a company. It is necessary for every company to get its name approved from the registrar of companies so that it does not match with any other company's name. സോ ഒരു കമ്പനി രൂപീകരിക്കണമെങ്കിൽ, കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ കമ്പനിക്ക് ഒരു പേര് വേണം. ആ കമ്പനിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പേര് കമ്പനി രജിസ്ട്രാർ അനുവദിക്കണം. സോ നിലവിലുള്ള ഒരു കമ്പനിയുടെ പേരോ നിലവിലുള്ള ഏതെങ്കിലും കമ്പനിയുടെ പേരിനോട് സദൃശ്യമായ സാമ്യമുള്ള ഒരു പേരോ കമ്പനി രജിസ്ട്രാർ അനുവദിക്കില്ല. സോ നിലവിലുള്ള കമ്പനിയുടെ പേരോ ദെൻ സർക്കാരിൻ്റെ കമ്പനിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേരോ നാഷണൽ ഹീറോസിൻ്റെ പേരോ ഒന്നും സാധാരണഗതിയിൽ പുതിയ കമ്പനിക്ക് രജിസ്ട്രാർ അനുവദിക്കാറില്ല. ഇപ്പം നമുക്ക് നോക്കുക, ടാറ്റ ലിമിറ്റഡ് അല്ലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത് നിലവിൽ വളരെ പോപ്പുലറായ കമ്പനികളുണ്ട്. സോ ഈ പേരിൽ ഒരു കമ്പനി ആരംഭിക്കാൻ നമ്മൾ രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുത്താൽ അത് അംഗീകരിക്കില്ല. കാരണം നിലവിലുള്ള കമ്പനിയുടെ പേരോ നിലവിലുള്ള പേരിനോട് സാമ്യമുള്ള പേരുകളോ ഒന്നും രജിസ്ട്രാർക്ക് സ്വീകാര്യമല്ല എന്ന് ഓർമ്മിക്കുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് പ്രിലിമിനറി ഡോക്യുമെന്റ്സ്. The promoter takes up the steps to prepare necessary documents to be submitted to the registrar at the time of incorporation. The required documents are Memorandum of Association, Articles of Association, Prospectus or Statement in lieu of Prospectus, a list of directors, their full address and occupation, a written consent by directors stating that they have agreed to act as directors. സോ ഒരു കമ്പനിക്ക് രജിസ്ട്രേഷൻ ആവശ്യമായി രജിസ്ട്രാർ സമക്ഷം ധാരാളം രേഖകൾ നാം സമർപ്പിക്കേണ്ടതുണ്ട്. സോ ഈ രേഖകളുടെ ഡോക്യുമെൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. കമ്പനിക്ക് ആവശ്യമായ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദെൻ മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പ്രോസ്പെക്ടസ്, ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റ്, അവരുടെ സമ്മതപത്രം, ഇങ്ങനെ ധാരാളം പ്രമാണങ്ങൾ
കമ്പനി രജിസ്ട്രാറുടെ സമക്ഷം നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. സോ ഈ പ്രമാണങ്ങളുടെ തയ്യാറാക്കലാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഈ എല്ലാ ഡോക്യുമെൻറ്റിനെ കുറിച്ചും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. Then fixing up signatories to the memorandum of association. Promoters have to decide about the members who will be signing the memorandum of association of the company. Usually they are the first directors of the company. So കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് സൈൻ ചെയ്യണം. സോ ആരൊക്കെയാണ് മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യേണ്ടത്? കമ്പനിയുടെ പ്രഥമ ഡയറക്ടേഴ്സായി വരാൻ സാധ്യതയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തുകയും അവരെ കമ്പനിയുടെ ഭാഗമാക്കുകയും മെമ്മോറാണ്ടത്തിൽ ഇവരുടെ എല്ലാം ഒപ്പ് വാങ്ങുകയും ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്. Promoters enter into contracts with the different parties before registration of the company. After registration, the company approves these contracts. So, company രജിസ്ട്രേഷനോട് അടുത്തു വരുമ്പോൾ വിവിധ ആളുകളുമായി, സ്ഥാപനങ്ങളുമായി, ഓഡിറ്റർ, ബാങ്കർ, അണ്ടർ റൈറ്റേഴ്സ്, ഇങ്ങനെ വിവിധ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റർ, ബാങ്കർ, അണ്ടർ റൈറ്റർ മുതലായ വിദഗ്ധരെ നിയമിക്കുകയും വിവിധ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. കമ്പനി രൂപീകരണത്തിന് ശേഷം ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ കരാറുകളെയൊക്കെ പൊതുവെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ.